വിഷ്ണു നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ CMRL എക്സാലോജി കമ്പനിയിലെ ഒരു ബന്ധപ്പെട്ട് EDയുടെ റെയ്ഡിൽ വളരെ വലിയൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതിലെ ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് 9 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി എന്നതാണ്. അപ്പോൾ എന്താണ് വിഷ്ണുവിന് അതിനെ പറ്റി? ഇത് പ്രധാനമായിട്ടും ജാമ്യാപേക്ഷ തള്ളണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ആ സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ, എന്തിനാണ് പിണറായി വിജയൻ്റെ വീട് ED റെയ്ഡ് ചെയ്തത്? എന്തിനാണ്? ഇവിടെ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വീണ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ്, ഈ പിണറായി വിജയൻ്റെ മകളായ വീണ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലെയും റിയാസിൻ്റെ വീട്ടിലെ, പിന്നെ കണ്ണൂരിലെ വീട്ടിലെയും, ഇങ്ങനെ പ്രധാനമായും 3 വീട്ടിലെയും അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോൺ നമ്പർ, അഡ്രസ്സ്, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സുമായി ബന്ധപ്പെട്ടല്ലേ അവർക്ക് റെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ, EDക്ക് റെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ED അവിടെ നിന്ന് പോകുന്നത്, നേരെ പിണറായി വിജയൻ്റെ വസതിയിലേക്ക്, തിരുവനന്തപുരത്തെ ഇപ്പോൾ സ്വകാര്യ വസതിയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ പാർട്ടി പ്രവർത്തകരും മറ്റ് അംഗങ്ങളും എല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുകയാണ്. കാരണം മോദി അയച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം അയച്ചു. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം അതൊരു വ്യക്തിയുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്, പാർട്ടിയുമായി യാതൊരു പാർട്ടിയായ ഒരു ബന്ധമേ ഇല്ല അവിടെ. അത് പിണറായി വിജയനല്ലേ ബന്ധമുള്ളൂ, വീണയുമായി ബന്ധപ്പെട്ടൊരു കേസാണത്. വീണയ്ക്ക് പാർട്ടിയുമായി ഒരു ബന്ധമേ ഇല്ല. നേരെ അത് ED വന്നിരിക്കുന്നത് അവിടെ വീണയുമായി ബന്ധപ്പെട്ട കേസുകൾ പഠിക്കാനാണ്. അപ്പോൾ അല്ലെങ്കിൽ അതുമായി ചർച്ച ചെയ്യാനും അതുമായി അന്വേഷണം നടത്താനാണ് ED അവിടെ വന്നത്. പക്ഷേ നമ്മളിവിടെ കാണുന്നത് പാർട്ടിയുടെ മെയിൻ നേതാക്കളും അണിയറ പ്രവർത്തകരും എല്ലാവരും കൂടെ അവിടെ EDയെ തടയുവാണ്. EDയെ തടഞ്ഞ് ആക്രമിച്ച് അങ്ങനെ അവരെ കണ്ട് കടത്തിവിടുന്നില്ല, ജീവനും കൊണ്ടാണ് അവർ രക്ഷപ്പെടുന്നത്. അവരുടെ ജോലിയായിരുന്നു അവർ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു ആക്രമണം തന്നെയാണ്. ഉറപ്പായിട്ടും അത് ഒരു ശരിക്കും കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയാണ്. നമുക്കതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ED എന്ന് പറയുന്നത് കേന്ദ്ര ഉദ്യോഗസ്ഥരാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യാത്മകത എന്താണെന്ന് വെച്ചാൽ, ഈ പാർട്ടിക്കാർ പറയുന്നത്, അല്ലെങ്കിൽ അണികളെല്ലാം പറയുന്നത്, VD സതീശൻ മോദിയെ ചെന്ന് കണ്ടിട്ട് പറയുകയാണ് പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യണം, അങ്ങനെ പറഞ്ഞയച്ചു എന്ന്. ഈ തലേദിവസം VD സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയി, അത് ഇത് പറയാനാ പോയെന്നാണ് നമ്മളുടെ പാർട്ടി അണികളൊക്കെ പറയുന്നത്. അത് വളരെ രസകരമായ ഒരു കാര്യമായിരുന്നു. കാരണം VD സതീശൻ പറഞ്ഞു വിട്ടാണ് മോദി. അതിനുശേഷം VD സതീശൻ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞിട്ടാണ് മോദി EDയെ റെയ്ഡിന് വിട്ടത് എന്നൊക്കെ പറഞ്ഞ് തമാശ രൂപേണ അത് VD സതീശൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വളരെ രസകരമായിട്ടാണ് എടുത്തത്, അല്ലെങ്കിൽ അതിനെ വളരെ രസകരമായിട്ടുള്ള മറുപടി കൊണ്ട് തന്നെ ഞാൻ അത് ഭയങ്കര ട്രെൻഡുമായിരുന്നു അത്, ആ വീഡിയോ. ഞാൻ ചെന്നിട്ട് പറയാണ്, മോദിയെ കാണുകയാണ്, അപ്പോൾ ഇപ്പം തന്നെ പറയാണ് പിണറായിയുടെ വീട്ടിലൊന്ന് റെയ്ഡ് ചെയ്തേക്ക്. അപ്പോൾ മോദി അപ്പം തന്നെ പറഞ്ഞു ഉറപ്പായിട്ടും ചെയ്തിരിക്കും എന്നുള്ളത്. അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. പക്ഷെ നമുക്കതെങ്ങനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും അല്ലേ, അത് റെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇവർക്കത് ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടില്ല. അപ്പോൾ ആകെ ഒരാൾക്കാണ് അവിടെ ജാമ്യം കൊടുത്തിട്ടുള്ളത്, 25 പേരിൽ ഒരാൾക്കാണ് അവിടെ ജാമ്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് പേര് പോരാടേണ്ടി വരും ജാമ്യത്തിന് വേണ്ടി. കൂടാതെ ED വന്ന വാഹനത്തെയൊക്കെ തല്ലി പൊളിക്കുകയും, ശരിക്കും അതൊക്കെ കൊലപാതകമാണ് കേസെടുത്തിട്ടുള്ളത്. വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. അത്ര നിസ്സാരമായ കേസല്ല. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഉദ്യോഗസ്ഥർക്കും പ്രവർത്തിക്കാൻ പറ്റൂ. അവർ ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന വെറും ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. അവർക്കറിയില്ല ഇത് നമ്മൾ പിണറായിയുടെ ആണോ, അല്ലെങ്കിൽ ഇനി നാളെ VD സതീശന്റെ വീടാണോ, അതൊന്നും അവർക്കറിയില്ല. അവർ വരുന്നത് വീണയുമായുള്ള കേസ് മാത്രമേ അവരുടെ പഠനത്തിലുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് അവരവിടെ വന്ന് റെയ്ഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അപ്പൊ ഇത് കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, പിണറായി ആക്രമിക്കാൻ ഈ മോദി പറഞ്ഞു വിടുന്നു, അല്ലെങ്കിൽ മോദി വരുന്നു, മോദി പറഞ്ഞു വിടുന്നതാണ് ഈ EDയെ VD സതീശൻ ചെന്ന് കണ്ടിട്ട്. ഇതാണ് ആളുകൾ വിചാരിക്കുന്നത്. ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങണ്ട, കുറച്ചുനാളകത്ത് കിടക്കട്ടെ. കാരണം അത് ചോദിച്ച് മേടിച്ച പണിയാണ്. അത് കുറച്ചുനാളകത്ത് കിടക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ജാമ്യം അത്ര പെട്ടെന്നൊന്നും കിട്ടാൻ പോണില്ല. എന്തായാലും ചോദിക്കാൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോഴും അവരങ്ങനെ വെറുതെ വിടാനൊന്നും പോണില്ല. കാരണം വധശ്രമത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. അതൊരിക്കലും നമുക്ക് കൂടാതെ കേന്ദ്ര സർക്കാരുമായിട്ടാണ്. അതെ, ഒട്ടും വിടില്ല. കേന്ദ്രവള്ളിയാണ് പിടിച്ചിരിക്കുന്നത്. അത് ഒരുപാട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് വിടുമെന്ന്. ഉറപ്പായിട്ട് അത് അവരെ ആക്രമിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അവരെ അത് വെള്ളം കുടിപ്പിച്ചിട്ട് തന്നെ അവിടെ നിന്ന് വിടുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.
കാരണം ജീവനും കൊണ്ടാണ്, ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അവർ ജീവനും കൊണ്ടാണ് ഓടുന്നത്. ആ ED ഉദ്യോഗസ്ഥരെ അവർക്ക് പോകാനേ പറ്റുന്നില്ല. അല്ല, ശരിക്കും ആ ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പോസ്റ്റുകളിലൂടെയും ലൈവിലൂടെയൊക്കെ കമന്റ് കാണാം, ഇവരെന്തിനാണ് സമരം ചെയ്യുന്നത്. അറിയില്ല എല്ലാവർക്കും പലർക്കും അറിയില്ല. എന്താ റിപ്പോർട്ടർ, ഓരോ ചാനലിന്റെയും റിപ്പോർട്ടർ അടുത്ത് പോയി ചോദിക്കുകയാണ് ഇവിടെ എന്താ നടക്കുന്നത്, അറിയില്ല, പലർക്കും അറിയില്ല. അവിടെ എന്താണ് മിച്ചർ വിതരണം ചെയ്യുക, വെള്ളം വിതരണം ചെയ്യുക, എല്ലാവരും പോയി ഇരിക്കുന്നുണ്ട്, എന്തിനാണെന്ന് പലർക്കും അറിയില്ല. ഞാൻ പിറ്റേ ദിവസങ്ങളിലൊക്കെ ഈ മറ്റേ വരുമ്പോ എന്താ അരൂര് വഴിയൊക്കെ വരുമ്പോ അതിന്റെ അടുത്ത് പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഇവര്, എന്താ ഭിന്നിച്ചു നിന്ന പാർട്ടിയെ ഒന്നിപ്പിച്ച എന്താ മോദിക്കും വീടിക്കും ഇടിക്കും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ പോസ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. ഈ 3 പേരോടെ പ്രധാനമായിട്ടൊരു ബന്ധം പോലും ഇല്ലാത്ത കാര്യം, നേരെ അവിടെ വീടിക്കും ഒരു ബന്ധമില്ല. ഇത് പ്രധാനമായിട്ടും ED ഉദ്യോഗസ്ഥർ ചെല്ലുന്നത് വീണയെ അന്വേഷിച്ചാണ്, അതുമായി ബന്ധപ്പെട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത് അല്ലേ? തീർച്ചയായും ഇതിപ്പോ ചെയ്ത പാർട്ടി പ്രവർത്തകർക്കാണ് എന്താണ് കേസ് വന്നിട്ടുള്ളത്. അവിടെ സേഫ് സോൺ കളിക്കുന്നത് ആരാണ്? പാർട്ടിയിലെ കൊമ്പന്മാരും വമ്പന്മാരും. ഈ സന്ദേശം എന്ന സിനിമയിലെ എന്താ ഇവര് പറയുന്ന ഏറ്റവും അവസാനം ഇങ്ങനെ പാർട്ടിയിൽ ആരെങ്കിലും പിടി വീണാൽ ആ പിടിച്ചാന്ന് ഇങ്ങനെ പറയുന്നത് അതുപോലെയാണ്. ഇതിപ്പോ പെട്ടുപോയത് അണികളാണ്, തീർച്ചയായും അവരുടെ കുടുംബം. അതെ, അവരിപ്പോ അകത്ത് കിടക്കുവാണ്, അവർക്കൊന്നും അറിയണ്ട, മറ്റുള്ളവർക്കൊന്നും അറിയണ്ട, അത് അവര് പെട്ടുപോയി എന്നുള്ളതാണ്. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റും എന്ന് പോലും അറിയില്ല. അതിപ്പോൾ അവരുടെ അവസ്ഥ ED-നെയാണ് തൊട്ടത്, അല്ലാതെ വേറെ നിസാരക്കാരെ അല്ല തൊട്ടത്, ED ഉദ്യോഗസ്ഥരെയാണ് തൊട്ടത്. അത് വധശ്രമമാണ്, നമുക്കൊരിക്കലും പറ്റില്ല, അത് പറയാതിരിക്കാനും പറ്റില്ല. അതൊരു മിക്കവാറും ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ അവർക്ക് എന്തായാലും കുറച്ച് കാലം കൂടെ കിടക്കേണ്ടി വരും, ജയിലിൽ എന്തായാലും കിടക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, കേസ് ഇനിയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതികളുടെ ജാമ്യം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്, ഇനി എന്താകുമെന്നറിയില്ല. അതെ അതെ, അതങ്ങനെ നീണ്ടുപോകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നീണ്ടുപോകും, ഇനിയും കുറെ നാൾ കിടക്കേണ്ടി വരും മിക്കവാറും. ഒരാൾക്കേ ജാമ്യം കിട്ടിയിട്ടുള്ളൂ, എനിക്ക് തോന്നുന്നു അത് കൊടുക്കില്ല, ജാമ്യം കൊടുക്കില്ല. വധശ്രമമാണല്ലോ. വധശ്രമം കൂടാതെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തി, എന്താണ് അവരുടെ ജോലി തടസ്സപ്പെടുത്തുക, കൃത്യനിർവഹണമാണ് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത്തരമൊരു നടപടി അവർ സ്വീകരിക്കുമ്പോൾ അവർ വെറുതെ ഇരിക്കില്ലല്ലോ, ഒരിക്കലും കൈകെട്ടി നോക്കിയിരിക്കില്ല, അത് ഉറപ്പായിട്ട് അവർ തിരിച്ചടിക്കും എന്നുള്ളതാണ്.